നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 64 തുടങ്ങി കുറച്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഇപ്പോൾ ദേവി വിഷ്ണുവിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ധൈര്യമായി യുദ്ധം ചെയ്തുകൊള്ളൂ, എൻ്റെ സഹായം എപ്പോഴും ഉണ്ടെന്ന് ദേവി വിഷ്ണുവിനെ അറിയിക്കുന്നു. അങ്ങനെ വിഷ്ണു മധുകൈടഭന്മാരുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴും വിഷ്ണുവിനാണ് തളർച്ചയുണ്ടായത്. മധുകൈടഭന്മാർക്ക് തീരെ തളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേവിയുടെ നേർക്ക് വിഷ്ണു വളരെ ദയനീയമായിട്ട് നോക്കി. അങ്ങനെ നോക്കിയപ്പോൾ ദേവി അസുരന്മാരെ നോക്കി കടാക്ഷങ്ങൾ കൊണ്ടവരെ നിർഭയം പ്രഹരിച്ചു. തൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ദേവി അവരെ പ്രഹരിച്ചു എന്ന് പറഞ്ഞാൽ ദേവിയുടെ അധീനത്തിൽ ആക്കി തീർത്തു. അങ്ങനെ മന്ദസ്മിതവും പ്രേമഭാവവും കൂടി ചേർന്ന് ഉന്മത്തമായ ദേവിയുടെ മുഖം വീക്ഷിച്ച അവർ രണ്ടുപേരും മോഹവിവശരായി തീർന്നു. അങ്ങനെ അവർ എല്ലാം മറന്ന് ദേവിയെ നോക്കിക്കൊണ്ട് നിന്നുപോയി. അതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സന്ദർഭം. ഈ ശ്ലോകം 64 പാരായണം ചെയ്യാം. ഹരിണാപി ച തദ്ദൃഷ്ടം ദേവ്യാസ്തത്ര ചികീർഷിതം മോഹിതൗ തൗ പരിജ്ഞായ ഭഗവാൻ കാര്യവിത്തമഃ. ശ്ലോകം 65 കൂടി ചൊല്ലി അർത്ഥം നോക്കാം. ഉവാച തൗ ഹസൻ ശ്ലഷ്ണം മേഘഗംഭീരയാ ഗിരാ വരം വരയതാം വീരൗ യുവയോർയോഭിവാഞ്ചിതഃ. 64-65 ശ്ലോകങ്ങളുടെ അർത്ഥം. ദേവി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തെന്ന് അപ്പോൾ വിഷ്ണുവിനും അറിയാൻ കഴിഞ്ഞു. കർത്തവ്യോന്മുഖനായ ഭഗവാൻ വിഷ്ണു അവർ രണ്ടുപേരും മോഹവിവശരായി തീർന്നെന്ന് മനസ്സിലാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെയുള്ള സ്വരത്തിൽ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു: ഹേ വീരന്മാരെ, രണ്ടുപേർക്കും ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുവിൻ. ശ്ലോകം 66. ദദാമി പരമപ്രീതൗ യുദ്ധേന യുവയോ കില ദാനവാ ബഹവോ ദൃഷ്ട്യാ യുദ്ധമാനാമയാ പുരാ. ഞാൻ അത് നൽകാം. നിങ്ങളോട് യുദ്ധം ചെയ്തത് മൂലം ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ള അനേകം ദാനവന്മാരെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്ലോകം 67. യുവയോ സദൃശകോപി ന ദൃഷ്ടോ ന ച വൈ ശ്രുതഃ തസ്മാത് തുഷ്ടോസ്മി കാമം വൈ നിസ്തുലേന ബലേന ച. എന്നാൽ നിങ്ങൾക്ക് തുല്യനായ ഒരുവനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങളുടെ അതുല്യമായ ബലം അറിഞ്ഞത് നിമിത്തം ഞാൻ സന്തുഷ്ടനാണ്. ശ്ലോകം 68. ഭ്രാത്രോച്ഛവാഞ്ഛിതം കാമം പ്രയച്ഛാമി മഹാബലൗ അച്ഛുത്വാ വചനം വിഷ്ണു സ്വാഭിമാനൗ സ്മരാതുരൗ. മഹാവീരന്മാരെ, സഹോദരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതെന്തോ അത് ഞാൻ നൽകാം. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കാമാതുരരായ അവർ സാഭിമാനം. ശ്ലോകം 69. സാഭിമാനം എന്താ ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. വീക്ഷമാണൗ മഹാമായാം ജഗദാനന്ദകാരിണിം തമുച്ഛതുച്ഛകാമാർത്തൗ വിഷ്ണും കമലലോചനൗ. ജഗദാനന്ദകാരിണിയായ മഹാമായയെ നോക്കി കാമാർത്തരായി കണ്ണ് കലങ്ങിച്ചമെന്ന അവർ വിഷ്ണുവിനോട് ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 76.
ഹരേന യാചകാവാം ത്വം കിം ദാതുമിഹേച്ഛസി ദദാവ തുഭ്യം ദേവേശ ദാദരൗ നൗ നയാചകൗ. ഹേ വിഷ്ണു, ഞങ്ങൾ രണ്ടുപേരും യാചകരല്ല. ഞങ്ങൾക്കെന്ത് നൽകാനാണോ നീ ആഗ്രഹിക്കുന്നത് അത് ഹേ ദേവേശ ഞങ്ങൾ നിനക്ക് നൽകാം. ഞങ്ങൾ ദാതാക്കളാണ്, യാചകരല്ല. ശ്ലോകം 71. പ്രാർത്ഥായത്വം ഹൃഷീകേശ മനോ അഭിലഷിതം വരം തുഷ്ടൗ സ്വസ്തവയുദ്ധേന വാസുദേവാത്ഭുതേന ച. ഹേ ഹൃഷീകേശ, മനസ്സിനിഷ്ടപ്പെട്ട വരമെന്താണോ അത് ചോദിച്ചു കൊള്ളുക. നിന്റെ അത്ഭുതാവഹമായ യുദ്ധത്താൽ ഹേ വാസുദേവ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. ശ്ലോകം 72. തയോസ്ത്വദ്വചനം ശ്രുത്വാ പ്രത്യുവാച ജനാർദ്ദനഃ ഭവേദാമദ്യ മേ തുഷ്ടൗ മമ വധ്യാവുഭാവപി. ശ്ലോകം 72-ൻ്റെ അർത്ഥം: അവരുടെ ആ വാക്ക് കേട്ടിട്ട് ജനാർദ്ദനൻ പറഞ്ഞു, എന്നിൽ സന്തോഷിച്ചിരിക്കുന്ന നിങ്ങൾ ഇരുവരും എനിക്കിന്ന് വധ്യരായി തീരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.